നമസ്കാരം. മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന, കടച്ചിൽ, അടിവയറ് വേദന, മൂത്രത്തിന് നിറവ്യത്യാസം, ദുർഗന്ധം, രാത്രി സമയങ്ങളിൽ പനി, കുളിര് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന രോഗത്തിന്റെയാണ്. ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ. അതേപോലെ തന്നെ ബാക്ടീരിയൽ കൾച്ചർ വഴി നമുക്ക് ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണ് പ്രസന്റ് ചെയ്തതെന്ന് കണ്ടെത്താൻ സാധിക്കും. യൂറിനറി ഇൻഫെക്ഷൻസ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തേത്, വെള്ളം വേണ്ട രീതിയിൽ കുടിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഡയബറ്റീസ് പോലത്തെ അസുഖം ഉള്ള ആളുകളിൽ, പ്രോസ്റ്റേറ്റിന്റെ ബുദ്ധിമുട്ടുകളുള്ള ആളുകളിൽ, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലിന്റെ പ്രശ്നങ്ങളുള്ള ആളുകളിൽ, സ്ത്രീകളിൽ പ്രഗ്നൻസി ടൈമിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൂടുതലും കണ്ടുവരുന്നത്. യൂറിനറി ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ദിവസം 3 മുതൽ 4 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക. അതായത് പ്രോസ്റ്റേറ്റോ അല്ലെങ്കിൽ സ്റ്റോണിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് സ്കാനിങ് വഴി കൺഫേം ചെയ്യുക. കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുമാറാതെ ഇത്തരം യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതൽ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൂടുതലും കണ്ടുവരുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾ മലദ്വാരവും യോനിഭാഗവും മൂത്രനാളിയും ഒക്കെ തൊട്ടടുത്തതായതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ മൂത്രനാളിയിലേക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കയറുകയും അതുവഴി അവർക്ക് റെക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് എന്ന രീതിയിൽ വാഷ് ചെയ്ത് ശീലിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ബാർലി വെള്ളം, കൂവയുടെ വെള്ളം, ഇതൊക്കെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ പ്രോബയോട്ടിക്സ് നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക. കാരണം ഇത് നല്ല ബാക്ടീരിയാസ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൈര്. അതേപോലെ തന്നെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് ഹോമിയോപ്പതിയിൽ നമുക്ക് ഇന്ന് ഒരുപാട് മരുന്നുകൾ യൂറിനറി ഇൻഫെക്ഷൻസിന് ലഭ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മരുന്നുകൾ കഴിക്കുന്നതിലൂടെ ഇത്തരം ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും.